ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വളരെ എഫക്റ്റീവായിട്ടുള്ള വീട്ടിൽ ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ മാസ്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ വാ പോകാം. അതിന് നമുക്ക് ആദ്യം തേയിലപ്പൊടിയാണ് വേണ്ടത്. ഒരു 4 സ്പൂൺ തേയിലപ്പൊടി ഇട്ട് കൊടുക്കുക. സഹായത്തിന് എൻ്റെ മകൾ എൻ്റെ കൂടെ തന്നെ വന്നിരിപ്പുണ്ട്. ഓക്കെ, 4 സ്പൂൺ തേയിലപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ആവശ്യമുള്ളത് ഉലുവയാണ്. 4 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. നമ്മൾ എന്തോരാണ് തേയിലപ്പൊടി എടുക്കുന്നത് അത്ര ഉലുവയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഞാനിതെടുത്ത് സ്റ്റൗവിലോട്ട് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ, ഞാൻ തീ കത്തിച്ചിട്ടൊന്നുമില്ല. ഓക്കെ, 4 സ്പൂൺ ഉലുവയും 4 സ്പൂൺ തേയിലപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് ഫുള്ള്, അതായത് ഒരു വലിയ ഗ്ലാസ് നിറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കുക. അതിന് നന്നായിട്ടിരുന്ന് പറ്റണം കേട്ടോ. സോ ഇപ്പം ഞാൻ സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട്. ഇത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് പോയി ഇച്ചിരി ചെമ്പരത്തി പൂവും ചെമ്പരത്തി ഇലയും പറിച്ചുകൊണ്ട് വരാം. ഞാൻ വന്ന സമയം കൊണ്ട് ഇത് നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഉലുവ കുതിർത്തരയ്ക്കും. കുതിർത്ത് തലയിൽ തേക്കുന്നതിനെ കഴിഞ്ഞാൽ നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ്. കാരണം കുതിർത്ത് തേക്കാൻ നേരത്ത് അത് തലയോട്ടിൽ നിന്ന് പോകാൻ ഭയങ്കര പാടായിരിക്കും. ഇത് നല്ല എഫക്റ്റാണ്, നല്ല എളുപ്പമാണ്. സോ ആ സമയം കൊണ്ട് ഞാൻ ഇല കഴുകിയെടുക്കാൻ പോയതാണ്. മകളടിയ കേട്ടോ. നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ പൊടിയും മണ്ണൊക്കെ കാണുമല്ലോ. അത് ഞാൻ കഴുകിയെടുക്കുന്ന സമയം കൊണ്ട് അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അത് ഞാൻ അരിച്ചെടുക്കുന്നത് തുണി ഉപയോഗിച്ചാണ് ഞാൻ അരിച്ചെടുക്കുന്നത്. നമുക്ക് വേണേൽ അരിപ്പ കൊണ്ട് അരിച്ചെടുക്കാം. അതിലെ കഴിഞ്ഞ് എഫക്റ്റ് നല്ലതായിട്ട് എനിക്ക് തോന്നിയത് ഇതാണ്. കാരണം മൊത്തം നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും. ഞാനൊന്നെങ്കിൽ തോർത്തിട്ട് പിഴിഞ്ഞെടുക്കും, അല്ലെങ്കിൽ ചെറിയ തുണിയിട്ട് പിഴിഞ്ഞെടുക്കും. ഇപ്പം ഞാനത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചതല്ലേ, ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് എനിക്കിപ്പം ഈ ഗ്ലാസ് മാത്രമേ കിട്ടിയുള്ളൂ. അതായത് അത്രയും നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്കതൊരു ചെറിയ മിക്സിയുടെ ജാറിലോട്ട് മാറ്റി മകളടിയാണ്. ചെറിയ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. ഞാനിത് മുറിച്ചിട്ടുണ്ട് കേട്ടോ. ഇലയും പൂവും മുറിച്ചിട്ടുണ്ട്. കാരണം ചെറിയ മിക്സിയാണ്, അതുമല്ല നല്ല രീതിയിൽ അരഞ്ഞ് കിട്ടാൻ മുറിച്ചിടുന്നതായിരിക്കും എളുപ്പം. ഞാനപ്പം നമുക്കിത് അരച്ചെടുത്തുകൊണ്ട് വരാം. നമ്മളിതിൻ്റെ അകത്തോട്ട് വെള്ളം ഉപയോഗിക്കത്തില്ല, അറിയാമല്ലോ. കാരണം നമ്മൾ ഈ തേയില വെള്ളം ഉണ്ടാക്കിയത് തന്നെ വെള്ളം ഉപയോഗിക്കാതെ അരയ്ക്കാൻ വേണ്ടിയാണ്. സോ ഇപ്പം നമുക്ക് അരച്ചെടുക്കാൻ പോകാം. എൻ്റെ മകൾ അവിടെ ഇരുന്ന് ഈ സമയം കൊണ്ട് എനിക്ക് നല്ല പണികൾ തരുന്നുണ്ട്. ഓരോ പാത്രമൊക്കെ എടുത്ത് വെളിയിലോട്ട് ഇടുന്നുണ്ട്. ഓക്കെ, നമുക്ക് അരച്ചെടുക്കാം. അതിൻ്റെ അകത്തോട്ട് ഞാൻ ആ തേയില വെള്ളം, ഇത് തണുത്തായിരുന്നു കേട്ടോ, അത് പറയാൻ ഞാൻ മറന്നുപോയി. തണുത്ത് കഴിഞ്ഞ് അരച്ചെടുക്കാവുള്ളൂ. ഓക്കെ, തണുത്ത് കഴിഞ്ഞ ശേഷം അരച്ചെടുക്കാം. ഇതിപ്പം നല്ല രീതിയിൽ നല്ല സ്മൂത്തായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇച്ചിരിയും കൂടെ ലൂസായിട്ട് കിട്ടിയാലും കുഴപ്പമില്ല കേട്ടോ. ബാക്കി വന്ന തേയില വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ തലയിൽ തേക്കുന്നതിന് മുമ്പ് ഒരു 2 മണിക്കൂർ മുമ്പെങ്കിലും ഹോട്ട് ഓയിൽ മസാജ് ചെയ്യണം കേട്ടോ. അതിനുശേഷം തലമുടി 2ആയിട്ട് വകഞ്ഞെടുത്തിട്ട് ആ വരയിൽ കൂടെ വേണം നമ്മൾ തേച്ച് കൊടുക്കാൻ. നല്ല രീതിയിൽ തലയോട്ടിലും പറ്റി പിടിച്ചിരിക്കുന്ന രീതിയിൽ മൊത്തം നമ്മൾ തേച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ മൊത്തം തേച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം തേച്ചെടുത്ത് കഴിഞ്ഞത് ഇങ്ങനെയാണ് എൻ്റെ അവസ്ഥ. ഒരു 20 മിനിറ്റ് വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കാം. ഇത് നമ്മൾ ഒരാഴ്ചയിൽ ഒരു 3 വട്ടമെങ്കിലും ചെയ്യുന്നത് നല്ല എഫക്റ്റായിരിക്കും. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.